നീ എന്താ കുഞ്ഞെ അതിനെ കാണിക്കുന്നേ? ഇവിടെ ഒന്ന് ഒരുക്കിയതാമ്മ. അപ്പുറത്തെ വീട്ടിൽ നിന്ന് കളിച്ചോണ്ടിരുന്നതാ, ഞാനിത് കൊണ്ടുവരുന്നു. ഓ, ഈ പെണ്ണ് പൗഡർ ഇടാനും സമ്മതിച്ചില്ല. ഒരിക്കൽ അങ്ങ് സ്കൂളിൽ വിടും, വൈകിട്ടാകുമ്പോ ഇങ്ങ് വിളിച്ചോണ്ട് വന്നാൽ മതി. അയ്യോടെ സ്കൂളിൽ വിടാറൊന്നും ആയില്ല, പ്രസവിച്ചിട്ട് ഇപ്പൊ 6 മാസം ആയതേ ഉള്ളൂ. ഫസ്റ്റ് നീ എവിടെ പോയിട്ട് വരുന്നു വെച്ചാ ഇതുവഴി? അതാ മുത്തൂസിനെ കൊണ്ട് കൊടുക്കാൻ പോയതാ. മുത്തൂസോ? പേര് വിട്ടോ ആടിന്? ഞാനിട്ടതാ. നൈസല്ലേ? നിസ ഇല്ലയോന്ന്? നൈസല്ലേന്ന് പേര്. തരക്കേടില്ല. പേരിടാൻ ഞാൻ മിടിക്കാന്ന എന്റെ ബന്ധുക്കളെല്ലാം പറയുന്നേ. ഷിബിന, കുഞ്ഞിന് പേര് നോക്കി വെക്കണേ, ലേബർ റൂമിലോട്ട് കൊണ്ടുപോവാണേ, സമയം തീരെയില്ലേ എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിയോട് വിളിയാ. ആര്? പ്രസവിച്ച് കിടക്കുന്ന കൊച്ചോ? അല്ല, കുഞ്ഞിന്റെ തള്ളേ ആങ്ങളെയൊക്കെ. ഞാൻ പേരിടും, അവർ ആങ്ങളെയോ ഭർത്താവോ പെങ്ങളോ ആരെങ്കിലും അത് മാറ്റും. അവർക്ക് അതിന് എന്ത് സുഖമാണ് കിട്ടുന്നതെന്ന് എനിക്ക് ഇതുവരെ നോക്കിയിട്ടൊന്നും മനസ്സിലായില്ല. വീണ്ടും ഞാൻ കുറെ പേര് കൊണ്ടുവന്ന് വാട്സപ്പിൽ തട്ടി കൊടുക്കും, അതും മാറ്റും. ഇടും മാറ്റും, ഇടും മാറ്റും. എനിക്ക് ഒരു പേര് മാറ്റിയതേ ഉള്ളൂ സങ്കടം. വെറൈറ്റി പേരായിരുന്നു. അത് ഏത് പേര്? മഹാചാൻ. അമ്മായിയച്ഛനോ? അമ്മായിയച്ഛനല്ല, മഹാചാൻ. മഹാചാൻ, മഹാചാൻ. മഹാചാൻ. നീ ഇതകത്ത് കൊണ്ടുപോയി അരിഞ്ഞു വെക്ക്. നീ വന്നോ? നീ വന്നേ. അവളിവിടെ ഒരു ജോലി എടുക്കത്തില്ല. ഈ വയ്യാത്ത എന്നെ ഇട്ട് ചെയ്യിപ്പിക്കാനാണെങ്കിൽ അതിവിടെ നടക്കത്തില്ല. അവളെങ്ങ് വിളിച്ചേ, ഞാൻ ചോദിക്കട്ടെ? ചോദിക്കേ. 24 മണിക്കൂറും കുന്ത്രാണ്ടം ചെവി കുത്തി ഫോണില്ല. നീ എന്തോടി കേൾക്കുന്നേ? ശിവാ സോങ്. അറിയില്ല എനിക്ക് ശിവാ സോങ് ഇഷ്ടമാണെന്ന്. എന്താടാ? ശിവാടെ പാട്ട്. ഇതൊക്കെ എന്തിനാ അവള് പാട്ട് പാടി ഇട്ട് കൊടുക്കുന്നേന്ന് ചോദിക്കണം അങ്ങോട്ട്. ആര്? ശിവ, കിഴക്കേല. ശിവ അല്ലമ്മ, ശിവ തമിഴനാ. സുന്ദരം പാട്ടാ, ഞാനും കേൾക്കും. നീ അവളോട് എന്തെങ്കിലും ഒന്ന് ചെയ്തു തരാൻ പറയടാ. സഹായിക്കുന്നില്ലേ അവള്? സഹായിക്കുന്നുണ്ട്. നൂറുദ്ദീനെ ബേക്കറി വാങ്ങി. അവൾ ഒറ്റയ്ക്ക് ഇരിക്കുമല്ലേ അമ്മ, എന്തെങ്കിലുമൊക്കെ മേടിച്ച് കഴിക്കട്ടെ. ഞാനും നൂറുദ്ദീനൊക്കെ അടുത്ത് പറഞ്ഞതാ, ഇഷ്ടമുള്ള സാധനങ്ങൾ കൊടുക്കാൻ അവള് ചെല്ലുമ്പോ. നീ അറിഞ്ഞില്ലയോ? ഇവിടെ വന്നതിന് ശേഷം നൂറുദ്ദീൻ കടയുടെ ഓടൊക്കെ അങ്ങ് മാറ്റി. ഞാനിങ്ങോട്ട് വന്നപ്പം കടയുടെ വാർപ്പ് കിടക്കുന്നു. പണ്ട് ഉമ്മാക്ക് തേങ്ങാമുട്ടായി വേണമെന്നും പറഞ്ഞ് രാത്രി വാപ്പായ അനിയണ്ണന്റെ കടയിലോട്ട് ഓടിച്ചല്ലേ. എനിക്കത് കടയിലടാ, ഉണ്ണിയുടെ. ഉണ്ണിയണ്ണന്റെ കടയില്. അയ്യയ്യേ, ആര് പറഞ്ഞു ഈ ചെറുക്കനോട് ഇതൊക്കെ? അതൊന്ന് വാപ്പുമ്മ പറഞ്ഞ അറിഞ്ഞത്. അവര് പറയും. വാപ്പുമ്മ വന്ന് വേറൊരു കാര്യം കൂടെ പറഞ്ഞ്. അന്നത്തെ അമ്മായിമ്മപ്പോ ഓർക്കാൻ വയ്യ കുഞ്ഞേ. മോള് കഴിക്കും. അന്നത്തെ ഒക്കെ അവസ്ഥ പഠിച്ചോനെ ആർക്കും വരുത്തരുതേ.